സ്വയം വല്യേട്ടൻ ചമഞ്ഞ് മുന്നണിയിൽ ആലോചിക്കാതെ രണ്ടാമനായ CPIയോട് ആലോചിക്കാതെ CPM എടുത്ത ഒരു തീരുമാനം അവർക്ക് തന്നെ പാരയായപ്പോൾ പറഞ്ഞ വാക്കിൽ നിന്ന് CPM പിന്നാക്കം പോകുകയാണ്. ഏറെ വിവാദം സൃഷ്ടിച്ച ഈ സർക്കാരിന് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ CPM തയ്യാറായി. ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നതായി അറിയിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയക്കും. PM ശ്രീ കരാറിൽ ഉടക്കി CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പൂഴിക്കടകൻ അടവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചതിന് പിന്നാലെ CPI കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ആശയവും ആദർശവും പണയം വെച്ച് ഫണ്ട് മാത്രം ലക്ഷ്യമിട്ട് സംഘപരിവാർ ആശയങ്ങൾക്ക് തലവെച്ച് കൊടുക്കരുത് എന്നായിരുന്നു CPIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണമെന്നായിരുന്നു CPI മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി. തുടക്കത്തിൽ CPIയുടെ നിലപാടുകൾക്കും ആവശ്യങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കാതിരുന്ന CPMന് ഒടുവിൽ CPIയുടെ കടുത്ത നിലപാടിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നുവെന്നാണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റം സൂചിപ്പിക്കുന്നത്. MA ബേബിയുടെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പിന് വഴങ്ങുന്നത്. പദ്ധതി മരവിപ്പിക്കണമെന്ന് കാട്ടി കേന്ദ്രത്തിന് കത്തു നൽകാനും വിഷയം പഠിക്കാൻ LDF സബ് കമ്മിറ്റി രൂപീകരിക്കാനുമാണ് ഇരു പാർട്ടികൾക്കിടയിലും ധാരണയായത്. കേന്ദ്രത്തിന് നൽകുന്ന കത്തിലെ ഉള്ളടക്കം CPIയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇന്ന് രാവിലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേതാക്കൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായത്തിന് കളമൊരുങ്ങിയത്. അതേസമയം PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുമുണ്ട്. PM ശ്രീ സംബന്ധിച്ച ചർച്ചകൾക്കും പഠനങ്ങൾക്കുമായി ഒരു ഉപസമിതി രൂപീകരിച്ച് ആ ഉപസമിതി തീരുമാനം വരുന്നതുവരെ ധാരണാപത്രം മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞ ഒരു ധാരണാപത്രം അങ്ങനെ മരവിപ്പിക്കാൻ സാധിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇനി മരവിപ്പിക്കാനോ റദ്ദാക്കാനോ ആണ് തീരുമാനമെങ്കിൽ പിന്നെന്തിനാണ് ഉപസമിതി രൂപീകരിക്കുന്നത് എന്ന സംശയത്തിന് സർക്കാരിനോ CPMനോ മറുപടിയില്ല. അപ്പോൾ ഉപസമിതിയും മരവിപ്പിക്കലും ജനങ്ങളുടെയും CPIയുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. എന്നിരുന്നാലും CPMനെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇന്നലെ CPIക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഒരു കുറിപ്പ് കൊടുത്തിരുന്നു. അതിലെ നിർദ്ദേശങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ധാരണാപത്രം റദ്ദാക്കാനോ മരവിപ്പിക്കാനോ സംസ്ഥാനത്തിന് സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ പിന്നെ ഈ കത്തയച്ചാൽ കേന്ദ്രം എന്തു മറുപടി പറയും എന്നറിയാനുള്ള നീക്കമാണിത്. ഇതോടെ തർക്കം തീർന്നു എന്നൊന്നും പറയാനാകില്ല. തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ വന്നു എന്നത് മാത്രമാണ് ഇത് സംബന്ധിച്ച വസ്തുത. ഇനി പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിലാണ്. PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും ലഭിക്കാനുള്ള ഫണ്ടിന്റെ അഡ്വാൻസ് ഇതുവരെ നൽകിയിട്ടില്ല. ഇനി അത് കൊടുക്കുമോ ഇല്ലയോ എന്നറിയണം. അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകും. മാത്രമല്ല, ഇങ്ങനെ കരാർ ലംഘിക്കുന്ന ഒരു സർക്കാരിന് കൂടുതൽ സഹായങ്ങൾ കേന്ദ്രം നൽകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇനിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ ഈ കരാർ റദ്ദാക്കൽ സ്വാധീനം ചെലുത്തുമോ എന്ന കാര്യവും ഉറപ്പില്ല. CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കാനായി CPM സ്വീകരിച്ച ഒരു രാഷ്ട്രീയ അടവ് നയം മാത്രമാണ് ഇപ്പോഴത്തേത്. അങ്ങനെ കരാറിൽ നിന്ന് പിന്നാക്കം പോകുക ഒരിക്കലും പ്രായോഗികമല്ല. ഈ നീക്കത്തോടെ CPIയും CPMുമായുള്ള തർക്കം തീരുമെങ്കിലും PM ശ്രീ എന്ന ഇഷ്യൂ അങ്ങനെ തന്നെ കിടക്കുകയാണ്. CPM വല്യേട്ടനായി നടന്ന് CPI അറിയാതെ മുന്നണി അറിയാതെ ഒപ്പിട്ട ഒരു കരാർ അത് റദ്ദാക്കിക്കാൻ ഇടപെട്ടതിലൂടെ CPI തൽക്കാലത്തേക്ക് ഒരു മേൽക്കൈ നേടിയിരിക്കുകയാണ്. CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചാൽ അതിന്റെ തുടർ ചലനങ്ങൾ മുന്നണിയിലും രാഷ്ട്രീയത്തിലും ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമുള്ള ഒരു കീഴടങ്ങലാണ് CPM നടത്തിയിരിക്കുന്നത്. ഇതോടെ CPIയിൽ ബിനോയ് വിശ്വത്തിന്റെയും CPI പാർട്ടിയുടെയും പ്രതിച്ഛായയും വർദ്ധിച്ചു. കേന്ദ്രത്തിന്റെ തീരുമാനമാണ് ഇനി ഇക്കാര്യത്തിൽ അറിയേണ്ടത്. ഫണ്ട് കിട്ടാൻ PM ശ്രീ ഒപ്പിടുന്നുവെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യത ഉണ്ടാകില്ല എന്നുമൊക്കെയാണ് CPMും മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ വാദിക്കുന്നത്. എന്നാൽ ഫണ്ട് വാങ്ങി പോക്കറ്റിലിട്ട് കരാർ പാലിക്കാതിരുന്നാൽ ആ ഫണ്ട് തിരിച്ചുപിടിക്കാനും കരാർ നടത്തിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന് മുന്നിൽ പല മാർഗങ്ങളുമുണ്ട്. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞത് അതിനൊരു ഉദാഹരണമാണ്. അതായത്
കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞുവെക്കാൻ കേന്ദ്രത്തിന് കഴിയും. അപ്പോൾ ഇന്ന് PM ശ്രീ ഒപ്പിടാൻ നിർബന്ധിതമായതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാൻ സർക്കാർ നിർബന്ധിതമാകും എന്ന് ചുരുക്കം. ഇതിനുദാഹരണം കിഫ്ബി വായ്പയാണ്. പണ്ട് സംസ്ഥാന സർക്കാർ പണിയുന്ന പാലങ്ങൾക്ക് ടോൾ പിരിവ് അവസാനിപ്പിച്ചപ്പോൾ കിഫ്ബി വായ്പ സംസ്ഥാനത്തിന്റെ സ്വന്തം കടമായി കണക്കാക്കുമെന്ന് കേന്ദ്രം പേടിപ്പിച്ചു. ഒടുവിൽ നിർത്തിവെച്ച ടോൾ പിരിവ് പുനരാരംഭിക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. പ്രതിപക്ഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി കടമെടുത്ത് വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങിയത്. കിഫ്ബി വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയാണ് എന്ന CAG റിപ്പോർട്ട് ഒന്നാം പിണറായി സർക്കാർ തള്ളിയപ്പോൾ രണ്ടാം പിണറായി സർക്കാർ U-ടേൺ അടിച്ചു. CAG കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നതിലും സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അതും സർക്കാരിന്റെ ബാധ്യതയാകും. ഇതിനായി ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാനം മടിച്ചു നിന്നതോടെ കടമെടുപ്പിൽ പിടുത്തമിട്ടു. ഇപ്പോൾ വർഷം 600 കോടിയോളം രൂപ മാറ്റിവെച്ചു. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ചു. കേന്ദ്രത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് കേരളം. ഇതേ അവസ്ഥ തന്നെയാണ് PM ശ്രീയിലും സംസ്ഥാന സർക്കാരിനെ കാത്തിരിക്കുന്നത്. ഫണ്ട് വാങ്ങിയ ശേഷം പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ ആ ഫണ്ട് തിരിച്ചുപിടിക്കാൻ കേന്ദ്രം മറ്റ് ഫണ്ടുകൾ തടഞ്ഞുവെക്കും. അപ്പോൾ ഇതും നടപ്പിലാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകും. ഇപ്പോഴിതാ PM ശ്രീ ധാരണാപത്രം റദ്ദാക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നാണ് വാർത്ത. പക്ഷേ അങ്ങനെ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സർക്കാരിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് പാതി വഴിക്ക് വെച്ച് പദ്ധതിയിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല എന്നാണ് അറിവ്. കരാർ പ്രകാരം പിൻവാങ്ങാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും പിൻവാങ്ങാൻ ഒരുമിച്ച് തീരുമാനമെടുക്കണം. അപ്പോൾ പിന്നെ ഇനി എന്ത് സംഭവിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.